അഞ്ചൽ പടിഞ്ഞാറ്റിൻകരയിൽ പകൽ ഒരു യുവാവ് വീടിന് തീ കൊളുത്തിയതിനു ശേഷം റൂമിനുള്ളിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. റഫീഖ് എന്ന് പറയുന്ന യുവാവായിരുന്നു ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ആ യുവാവ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അല്പസമയം മുൻപ് മരണമടഞ്ഞു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ന് പകൽ ആണ് ഈ സംഭവം അഞ്ചൽ പടിഞ്ഞാറ്റിൻകരയിൽ നടന്നത്. അഞ്ചൽ പോലീസും അതുപോലെ പുനലിൽ നിന്ന് ഫയർഫോഴ്സും ഒക്കെ എത്തിയാണ് യുവാവിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഇന്ന് കൊണ്ടുപോയിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ യുവാവ് അല്പസമയത്തിന് മുൻപ് മരണമടഞ്ഞു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ ഇവർ പടിഞ്ഞാറ്റിൻകരയിലാണ് താമസിച്ചു വന്നിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയെ 2 ദിവസം മുൻപ് ബസ്സിൽ വെച്ചൊരു കുട്ടിയുടെ കൊലുസ് മോഷ്ടിച്ചു എന്ന കുറ്റത്തിന് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയ യുവതി ഇപ്പോൾ തിരുവനന്തപുരം അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ കഴിഞ്ഞു വരികയാണ്. ഇന്ന് പകൽ റഫീഖ് വീടിനുള്ളിൽ കയറി പെട്രോളോ അതുപോലുള്ള എന്തോ വസ്തുക്കൾ ഉപയോഗിച്ച് ബെഡും തുണിയും എല്ലാം കൂട്ടിയിട്ടതിന് ശേഷം ഈ റൂമിൽ കയറി തീ കൊളുത്തിയത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പുനലൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. അഞ്ചൽ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. അതിനുശേഷം യുവാവിനെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും എത്തിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അല്പസമയത്തിന് മുമ്പ് യുവാവ് മരണത്തിന് കീഴടങ്ങി എന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്ന വിവരം. അച്ചാൻസ് മീഡിയയ്ക്ക് വേണ്ടി അഞ്ചലിൽ നിന്നും റിപ്പോർട്ടർ വിഷ്ണു വലിയകാട്ടിൽ.